കലോത്സവം കാണാനും ആസ്വദിക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ തൃശ്ശൂർ കലോത്സവം വരുമ്പോൾ തൃശ്ശൂർക്കാർ എല്ലാവരോടും വന്ന് ഏതെങ്കിലും ദിവസം വന്ന് ഏതെങ്കിലുമൊക്കെ കലാപരിപാടികൾ കണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. എന്നാൽ ഇവിടെ ഞാൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താണ്, അനന്തു സുധീഷ്. അദ്ദേഹം ഇത് 28ാമത് വർഷമാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ, അതായത് ആസ്വദിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. തൃശ്ശൂരിൽ നിന്നല്ലാട്ടോ, നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലാണോ സംസ്ഥാനതല കലോത്സവം നടക്കുന്നത് അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കും. കോട്ടയം സ്വദേശിയാണ്, പക്ഷെ എവിടെ മത്സരം നടക്കുന്നു അവിടെ ഉണ്ടായിരിക്കും. ഇത് 28ാമത്തെ തുടർച്ചയായ 28ാമത്തെ വർഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു 28ാമത്തെ കലോത്സവത്തിന് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. അത് 14,000 കുട്ടികൾ മത്സരിക്കുന്ന 250ഓളം ഇനങ്ങളുള്ള ഒരു കലോത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആ കലോത്സവത്തിൽ വന്ന് 97ലാണ് ആദ്യമായിട്ട് കലോത്സവം കാണാൻ വരുന്നത്. 97 എറണാകുളത്ത് വെച്ച് കണ്ടു. അതിനുശേഷം പിന്നീടുള്ള കലോത്സവങ്ങളൊന്നും കാണാതിരുന്നിട്ടില്ല, എല്ലാം കണ്ടു. ഇപ്പം നമ്മൾ തൃശ്ശൂരിലെത്തിക്കുന്നു 2026, 28 വർഷമായിരിക്കുന്നു. ആ 28 വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ഞാൻ 4ാമത് കലോത്സവമാണ്. 2004ലാണ് ആദ്യമായിട്ട് തൃശ്ശൂർ കലോത്സവം കാണുന്നത്. തൃശ്ശൂർ 2004 കണ്ടതിന് ശേഷം 2012 തൃശ്ശൂരായിരുന്നു, 2018 തൃശ്ശൂർ കണ്ടു. ഇപ്പൊ 2026 4ാമത് കലോത്സവമാണ് തൃശ്ശൂർ കാണുന്നത്. ഇത് ജസ്റ്റ് വന്ന് കാണാൻ പോവാ എന്നുള്ളത് മാത്രമല്ല, കൃത്യമായ ഡേറ്റ് അടക്കം കയ്യിലുണ്ടല്ലോ. അതെ, 97 എറണാകുളത്തായിരുന്നു കലോത്സവം, 98 തിരുവനന്തപുരത്തായിരുന്നു കലോത്സവം, 99 കൊല്ലത്തായിരുന്നു കലോത്സവം, 2000 പാലക്കാടായിരുന്നു കലോത്സവം, 2001 തൊടുപുഴയിലായിരുന്നു കലോത്സവം, 2002 കോഴിക്കോടായിരുന്നു കലോത്സവം, 2003 ആലപ്പുഴയിലായിരുന്നു കലോത്സവം, 2004 തൃശ്ശൂരായിരുന്നു, 2005 തിരൂർ മലപ്പുറത്തായിരുന്നു, 2006 എറണാകുളത്തായിരുന്നു, 2007 കണ്ണൂരായിരുന്നു, 2008 കൊല്ലത്തായിരുന്നു, 2009 തിരുവനന്തപുരത്തായിരുന്നു, 2010 കോഴിക്കോടായിരുന്നു, 2011 കോട്ടയത്തായിരുന്നു, 2012 വീണ്ടും തൃശ്ശൂരായിരുന്നു, 2013 മലപ്പുറത്തായിരുന്നു, 2014 പാലക്കാടായിരുന്നു, 2015 കോഴിക്കോടായിരുന്നു, 2016 തിരുവനന്തപുരത്തായിരുന്നു, 2017 കണ്ണൂരായിരുന്നു, 2018 തൃശ്ശൂരായിരുന്നു, 2019 ആലപ്പുഴയായിരുന്നു, 2020 കാസർഗോഡായിരുന്നു, 21, 22 കലോത്സവം ഉണ്ടായിരുന്നില്ല, കൊറോണ ആയിരുന്നുകൊണ്ട്. 23 കോഴിക്കോടായിരുന്നു, 24 കൊല്ലത്തായിരുന്നു, 25 തിരുവനന്തപുരത്തായിരുന്നു, 26 നമ്മൾ വീണ്ടും തൃശ്ശൂർ വന്ന് നിൽക്കുന്നു. കണ്ടല്ലോ, എന്താണ് അനന്ത് സുധീഷിനെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓരോ പ്രാവശ്യം ഇങ്ങനെ കലോത്സവം കണ്ട് മടുക്കുന്നുണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണുകയാണല്ലോ, എപ്പോഴും കാണുന്ന ഒരു മാറ്റം എന്ന് പറയാൻ വലിയ മാറ്റങ്ങളല്ലല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇത്രയും യാത്ര ചെയ്യണം, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അത് കാണുമ്പോൾ മടുപ്പ് അനുഭവപ്പെടാറുണ്ടോ? മടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ല. അതായത് ആവേശം കൂടിയിട്ടേ ഉള്ളൂ. അതായത് ഒരു വർഷം വന്ന് കലോത്സവം കണ്ട് ആ മത്സരിച്ച കുട്ടികൾ അവരുടെ ഐറ്റങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് കാണാപ്പാടമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാൾ മികച്ചതായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടാണ് ഇവിടുന്ന് പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേനും അതിനേക്കാളും വലിയ ആവേശത്തിലാണ് വരുന്നത്. കുട്ടികളൊക്കെ ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികളാണ് വരുന്നത്, മത്സരിക്കുന്നത്. അതൊക്കെ വളരെ ആവേശം തോന്നുന്നുണ്ട്. 25ഓളം ഇനങ്ങളുണ്ടല്ലോ കലോത്സവത്തില്, 250ഓളം ഇനങ്ങളുണ്ട് കലോത്സവത്തില്. അതിൽ ഏത് ഇനങ്ങളോടാണ്, ഏത് ഐറ്റം കാണാനാണ് കൂടുതൽ താല്പര്യമുള്ളത്? എനിക്ക് നൃത്ത ഇനങ്ങളോടാണ് ഏറ്റവും ഇഷ്ടം. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയാണ് ഏറ്റവും ഇഷ്ടം. അതിൽ മോഹിനിയാട്ടം, ഭരതനാട്യം എന്തായാലും ഞാൻ കാണാതിരിക്കില്ല. അത് ഏത് വേദിയിലായാലും പോയി ആസ്വദിക്കും. അതിനുശേഷം സമയം കിട്ടിയാൽ മറ്റേ ഐറ്റങ്ങൾ കാണുന്നുള്ളതാണ്. ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത്? ഇലക്ട്രിക്കിന്റെ പ്ലംബിങ്ങിന്റെ ഒക്കെ ജോലിയാണ്, സാധാരണ ജോലിയാണ്. അത് നാട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കലോത്സവം സമയമാകുമ്പോൾ നമ്മൾ ലീവാണ്. കലോത്സവ സമയമാകുമ്പോഴത്തേനും അതായത് എന്റെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും അറിയാം, നാട്ടിൽ എല്ലാവർക്കും അറിയാം, കലോത്സവം വന്നു കഴിഞ്ഞാൽ പിന്നെ അനന്തിനെ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ലീവ് എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരികയാണ്. അപ്പോൾ അത് എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എൻ്റെ മോള് ജനിക്കുന്ന ഒരു കലോത്സവ വേദിയിലാണ്. അപ്പോൾ അത് 2008 കലോത്സവം നടക്കുമ്പോൾ ആ സമയത്താണ് എൻ്റെ മോള് ജനിക്കുന്നത്. ഞാൻ ആ കലോത്സവം കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പറയാണ്ട്, ഭാര്യയോട് പറയാണ്ട് കലോത്സവം കാണാൻ പോയ ആളാണ്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കലോത്സവവും മോളുമായിട്ടൊരു ബന്ധം കൂടെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഈ 27 വർഷമായിരിക്കുന്നു. 27 വർഷത്തിനുള്ളിൽ 3000ഓളം ഐറ്റങ്ങൾ ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടുപോയിട്ടുണ്ട്. ആ 3000ഓളം ഐറ്റങ്ങൾ കണ്ടുപോയിരിക്കുന്നത് വ്യത്യസ്തമായ പല ജില്ലകളിൽ നിന്നും പല കുട്ടികളുടെ ഐറ്റമാണ്. ഇത്തവണത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം നാളെ നടക്കുമ്പോഴത്തേനും അതിൽ എൻ്റെ മോള് കോട്ടയം ജില്ലയെ പ്രതികരിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളുടെ ഐറ്റങ്ങൾ കണ്ട ഞാൻ എൻ്റെ മോളുടെ ഐറ്റം കാണാനുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, അതൊരു വലിയ ഒരു കലോത്സവ കാലത്ത് ജനിച്ച മോളാണ്. ഇപ്പതാ ഒരു കലോത്സവത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കലോത്സവം നമ്മൾ ആസ്വദിച്ചു. 28ാമത് കലോത്സവത്തിലാണ് മകള് പങ്കെടുക്കുന്ന ഒരു കലോത്സവം വരുന്നത്. അപ്പോൾ അപ്പോഴേ നമുക്ക് ഉള്ളിലുണ്ടാവുമല്ലോ
ഡാൻസ് പഠിപ്പിക്കണം എന്ന്, ചെറുപ്പം മുതലേ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായി കാണും അല്ലേ? അത് 2008 ഞാൻ മോള് ജനിക്കുന്ന സമയത്ത് കൊല്ലത്ത് ആണ് കലോത്സവം പോകുന്നത്. ഞാൻ മറ്റ് ചാനലുകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് പറയാൻ എനിക്കിഷ്ടമാണ്. കാരണം 2008 ഞാൻ മോള് ജനിക്കുന്നത്. 2008 കൊല്ലത്ത് കലോത്സവം പോകുമ്പോൾ മീര ശ്രീനാരായണൻ എന്ന് പറഞ്ഞൊരു കുട്ടി ആണ്, തൃശ്ശൂരുകാരിയാണ്. ആ മീര കളിച്ചൊരു മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, രാസരസപ്രിയ ശൃംഗാരവർണ്ണം ചെയ്ത. അത് കണ്ടിട്ടാണ് എനിക്ക് ആവേശം തോന്നി ഞാൻ മോളെ പഠിപ്പിക്കാനായിട്ട് അക്ഷയ ടീച്ചറിൻ്റെ അടുത്താണ് മോളെ ചേർത്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിൽ. ടീച്ചർ അസാധ്യമായ രീതിയിൽ മോളെ വാർത്തെടുത്തു. സാമ്പത്തികമൊന്നുമില്ല, കൂലിപ്പണിക്കാരനാണ്. സാമ്പത്തികമൊന്നും നോക്കാതെ ടീച്ചർ 1 രൂപ പോലും വാങ്ങാതെ വീട്ടിൽ നിർത്തിയാണ് ടീച്ചർ പഠിപ്പിച്ച് മോളെ ഈ തലത്തിലേക്ക്, ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതൊരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ കലോത്സവത്തിൽ സാധാരണ വരുന്ന സമയത്ത് ഈ ദിവസങ്ങളിലൊക്കെ 5 ദിവസമാണെങ്കിൽ 5 ദിവസവും അവിടെ നിന്ന് താമസിച്ച് നിന്ന് എല്ലാം കണ്ടിട്ടാണോ പോകാറ്? അതെ, ഞാൻ എല്ലാ ദിവസവും ലീവ് എടുത്താണ് വരുന്നത്. ഇവിടെ വന്ന് താമസിച്ച് ആ 5 ദിവസവും നമ്മൾ ഏതൊക്കെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളൊക്കെ ഏത് വേദിയിലാണെന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി അതനുസരിച്ചാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞേ ഞാൻ പോകാറുള്ളൂ. ഇപ്പം പിന്നെ പണ്ടത്തേലും വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ചാനലുകളും ദൃശ്യ മാധ്യമങ്ങൾക്കൊക്കെ സുപരിചിതമായതുകൊണ്ട് അവരൊരു ബൈറ്റ് എടുക്കുക, ഒരു സ്റ്റോറി ചെയ്യുക ഒക്കെ വളരെ സന്തോഷമാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം എന്നെ. അതായത് കലോത്സവം മുൻപ് കാണുന്ന ഒരു കാണി എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പൊ കുറച്ചൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ കലോത്സവം കുറച്ച് പ്രത്യേകതകൾ ഉള്ളതാണ്. മകൾക്ക് ഒരു സമ്മാനം കിട്ടുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എത്തി എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടിയുള്ള കലോത്സവമാണ്. അപ്പൊ മകൾക്കും അച്ഛനും എല്ലാവിധ ആശംസകളും.